ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഗുഡ് വൈബ്സിൻ്റെ ജെൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കും മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്തുക. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് പർപ്പിളിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഞാനിത് പർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ പോരാഞ്ഞിട്ട് ഞാനിത് ഫസ്റ്റ് ടൈമായിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടോ യൂസ് ചെയ്യുന്നത്. വെറുതെ പറഞ്ഞല്ല, ശരിക്കും പറഞ്ഞത്. കാരണം ഞാൻ ഇതിക്ക് മുന്നേ യാതൊരുവിധ സൺസ്ക്രീനും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വെയിലൊക്കെ കൊണ്ട് എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷനും സൺടാനും ഒക്കെ ആയിട്ട് ഭയങ്കര ബോറായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്നൊരു സൺസ്ക്രീൻ വാങ്ങി യൂസ് ചെയ്താലോ എന്ന് കരുതി അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ, ഗുഡ് വൈബ്സിൻ്റെ. പക്ഷേ ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നതുകൊണ്ട് പറയല്ല, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു സൺസ്ക്രീനാണിത്. പിന്നെ എന്താ, നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ആ ഒരു സൺ ടാൻ, അതായത് ഒരു കരിവാളിപ്പ്, നമ്മുടെ ഫേസിലുള്ള കരിവാളിപ്പ് ഉണ്ടല്ലോ, അത് ഒന്ന് കുറഞ്ഞു വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഈ സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 മാസം കൂടുതലായിട്ടുണ്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡിഫറൻസ് കാണാറുണ്ട്. എല്ലാവരും പറയും സൺസ്ക്രീൻ യൂസ് ചെയ്യുക, അത് വെറുതെ അല്ല കേട്ടോ പറയുന്നത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെയിലടിച്ച് നമ്മുടെ മുഖം ശരിക്കും പറഞ്ഞാൽ കരിവാളിച്ച് പോകും. അത്രയ്ക്കും നല്ല ചൂടും വെയിലും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പോൾ. അപ്പോൾ എന്തുകൊണ്ട് മസ്റ്റായിട്ട് നമ്മളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക, ഡെയിലി യൂസ് ചെയ്യുക. വല്ലപ്പോഴും കൂടെ അല്ല, ഡെയിലി യൂസ് ചെയ്യുക. എന്നാലേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ ഇത് പറയാനായിട്ട്, ഇത് SPF 30 UVB, പിന്നെ PA+++ UVA. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് ഈ സൺസ്ക്രീൻ. പിന്നെ ഇത് നോ പാരബൻസ് ആണ്, നോ ആനിമൽ ടെസ്റ്റിംഗ് ആണ്. സംഭവം അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതായത് പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും കൂടുതലും നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ യൂസ് ചെയ്യും, അല്ലാതെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ട്രെയിനിങ്ങിന് പോകുന്ന ടൈമിലാണ് എനിക്ക് കൂടുതൽ ഇതിൻ്റെ ആവശ്യം വന്നിട്ടുള്ളത്. കാരണം രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വരുമായിരുന്നു ഞാൻ. ആ ടൈമിലൊക്കെ നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട് ഈ ഒരു സൺസ്ക്രീൻ. പിന്നെ നമ്മൾ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒത്തിരി അവൈലബിൾ ആണ് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നല്ലത് നോക്കി വാങ്ങിക്കുക, അത്ര തന്നെ. പിന്നെ പാരബൻസ് ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ ഈ ഒരു സൺസ്ക്രീന് പർപ്പിളിൽ 100 സംതിങ് രൂപ ആയിട്ടുള്ളൂ, 190 അത്ര എന്തായിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൂടിയുള്ള ഒരു സൺസ്ക്രീനാണ്. കാരണം ഞാനൊരു ഷോപ്പിൽ നിന്ന് സൺസ്ക്രീൻ വാങ്ങിക്കാൻ നോക്കിയപ്പോഴത്തേക്കും 200-300 ആ ഒരു റേറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വെച്ച് ഇത് കുറച്ച് ലാഭമാണ്, 100 സംതിങ് ആ ഒരു റേറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. പിന്നെ പറയാനാണെങ്കിൽ, ഞാൻ ചിലരുടെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരു വൈറ്റ് കാസ്റ്റ് നമ്മുടെ മുഖത്ത് നമ്മുടെ ഫേസിലുണ്ടാവല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കാനായിട്ട് ഇതിന് വൈറ്റ് കാസ്റ്റ് സംഭവം ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ മുഖത്തിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ട്, ഒരു ഭാഗത്തായിട്ട് മാത്രമാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ആവശ്യത്തിനുള്ള സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ കുറച്ചാണ് എടുത്ത് തേക്കുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവില്ല വൈറ്റ് കാസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഈ ഒരു വശത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. സൺസ്ക്രീൻ നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. ഞാൻ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക, ആ ഒരു ഡിഫറൻസ് നോക്കുക. എൻ്റെ ആ ഒരു സൈഡിൽ ഒരു വൈറ്റ് കാസ്റ്റ് പോലും ഇല്ല, എന്നാൽ ഒരു ഗ്ലോയിങ് എഫക്റ്റ്, അതായത് ഒരു ഗ്ലോയിങ് എൻ്റെ ഫേസിൽ കാണുന്നുണ്ട്. നിങ്ങൾ എൻ്റെ 2 വശവും ഫേസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു അടിപൊളി ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കിപ്പോൾ പുറത്തേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ നമ്മൾ അങ്ങനെ ഒരു സംഭവം ഇട്ടിട്ടുണ്ടെന്ന് പോലും ആർക്കും മനസ്സിലാവത്തില്ല. അതാണ് ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് എന്തായാലും അടിപൊളി സംഭവമാണ്, മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ എൻ്റെ ഫേസിൻ്റെ ഈ ഒരു സൈഡിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്താണ് നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളത്. വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഇല്ല കേട്ടോ. പക്ഷെ നല്ലൊരു ഗ്ലോയിങ് ഒരു എഫക്റ്റ് എൻ്റെ മുഖത്ത് കാണാൻ നിങ്ങൾക്ക് പറ്റും അല്ലേ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഈ സൺസ്ക്രീൻ.
സൺസ്ക്രീൻ അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകുന്ന സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കാണെങ്കിലും അല്ലാതെ നമ്മൾ വർക്കിനൊക്കെ പോകുമല്ലോ ആ ടൈമിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ വീട്ടിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല വെയിലാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വെയിലടിക്കും പുറത്തേക്കൊക്കെ ഇറങ്ങി. അതുകൊണ്ട് ഞാൻ വെയിലിറങ്ങും മുന്നേ ഇത് യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു സൺ ടാനൊക്കെ ഇത് മാറ്റാനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു പ്രൊഡക്റ്റാണ്. എല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.